എൻ്റെ സ്നേഹനിധികളായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനും ഒരിക്കൽ കൂടി ഗ്ലോ ഗാർഡനിലേക്ക് സ്വാഗതം. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇത് സെയിൽ വീഡിയോ അല്ല, കുറച്ച് സൊറ പറയാമെന്ന് കരുതി. ഒരുപാട് നാളായില്ലേ വീഡിയോ ഇടാതിരുന്നിട്ട് ഒരു രസവുമില്ല. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് സർജറിയൊക്കെ കുഴപ്പമില്ലാതെ കഴിഞ്ഞ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, കഴിഞ്ഞ് കുഴപ്പമില്ലാതിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നത്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിൽ മിക്ക ചെടികൾ വെച്ചേക്കുന്നത് മുകളിലാണ്. അപ്പം ഞാൻ ആ ചെടികൾ കണ്ടിട്ടും ഒരു മാസത്തിൽ കൂടുതലായി. അപ്പോൾ അത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി ഒരു ദിവസം മുകളിൽ പോയായിരുന്നു. മുകളിൽ പോയി ദൂരെ നിന്ന് നോക്കി, അധികം സ്റ്റെപ്പ് അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചു. ദൂരെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അയ്യോ, ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അതെന്താണെന്ന് വെച്ചാലേ, ഈ മാങ്ങയൊന്നും എടുത്ത് കളയിട്ട്. അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻ്റ് ഇട്. ഞാൻ ഇത് കളഞ്ഞിട്ട് പോരാ. ഇങ്ങനെയുള്ള മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അടുത്ത ഒഴിഞ്ഞ പുരയുടെ കൊണ്ട് അങ്ങോട്ടങ്ങ് എടുത്തിടണം. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന്. അങ്ങനെ ചെയ്യുന്നത് ശരി തന്നെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വലിച്ചെറിഞ്ഞത് പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ, മാങ്ങയില്ലേ, അത് അവിടെ കിടന്ന് ജീർണിച്ച് ചിലപ്പം അതിൻ്റെ ഇത് കിടന്നിട്ട് കിളിച്ച് വരാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്തത് ഉപകാരമില്ലേ? ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ അകത്ത് മൊത്തം പുഴുവാണ്. ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് പുഴുവാകും. പച്ചയായിട്ട് നമുക്ക് അച്ചാറിടാനേ കൊള്ളുള്ളൂ, അച്ചാറും കറക്കി വിടാം. നമ്മൾ ഈ ആളൊഴിഞ്ഞ പുരയിടത്തോട്ട് എടുത്തിടുമ്പോഴത്തേക്ക് നമ്മൾ ചുറ്റും നോക്കണം, നമ്മൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് കേട്ടോ. എന്നിട്ട് പമ്പി വേണം ഇങ്ങനെ എടുത്തിടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചമ്മും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ. അപ്പോൾ ആ നഗ്നസത്യം എന്താണെന്ന് വെച്ചാലേ, വളർന്ന് നിൽക്കുന്നതൊന്നും ചെടികളല്ലായിരുന്നു. ചെടികൾ വളർന്ന്, എങ്കിലും ചെടികളെക്കാളും മുൻപേ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് കാട്, അതായത് ഓരോ ഗ്രോ ബാഗിൻ്റെ ചുവട്ടിലും ചെടിച്ചട്ടിയുടെ ചുവട്ടിലുമായിട്ട് പോച്ചകളാണ് പിടിച്ച് നിൽക്കുന്നത്. കൂടുതലും അതാണ് പിടിച്ച് നിൽക്കുന്നത്. മറ്റവർക്കൊന്നും വളരാൻ പറ്റാതെ ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ചില ഗ്രോ ബാഗിലൊക്കെ ഞാൻ എന്താണ് വെച്ചതെന്ന് പോലും എനിക്ക് തന്നെ തിരിച്ചറിയാൻ വയ്യ. ഇത് മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിയെ കാണാൻ പോലും ഇല്ലായിരുന്നു. കാട് വന്ന് മറിഞ്ഞ് ഇതിനൊക്കെ വളരാൻ പറ്റാത്ത ഓരോ ചെടിച്ചട്ടിയുടെ ചുവട്ടിലും ഇങ്ങനെ ഉണ്ട്, ഫുള്ള് കുളമായി കിടക്കുവാണ്. പിന്നെ ഇപ്പോൾ ഇത് കണക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് മാങ്ങയൊക്കെ, പഴുത്ത മാങ്ങയൊക്കെ വീണ് ചില ചെടിയൊക്കെ ചതഞ്ഞ് അങ്ങനെയൊക്കെ കിടക്കുമായിരുന്നു. ഇനി നല്ല പണിയുണ്ട് ഇത്. പിന്നെ ചില ചെടികൾക്കൊന്നും വെള്ളം വേണ്ടാത്തതുണ്ടല്ലോ, ഈ റിയോ പ്ലാന്റ് പോലത്തതൊന്നും അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ടാത്തതുണ്ട്. അതൊക്കെ അങ്ങനെ കേടായി തുടങ്ങിയായിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ച്. പിന്നെ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ, ചില കലേഡിയൊക്കെ തിരിച്ച് കിട്ടി കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേക്ക് കലേഡിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. മഴ പെയ്യുന്ന സമയത്ത് അതങ്ങ് തിരിച്ച് വളർന്ന് വന്നോളും. അതിൻ്റെ കിഴങ്ങ് കിടന്നിട്ടേ 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പം പിന്നെ അതിന് തിരിച്ച് കിട്ടുമ്പോൾ ആട്ടിടേണ്ട സന്തോഷമില്ലേ? അതുപോലെയാണ് നമുക്ക് എത്ര ചെടികളുണ്ടെങ്കിലും നമുക്ക് അത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ തിരിച്ച് കിട്ടുമ്പോഴുള്ള സന്തോഷം. നമ്മൾ മറ്റു ചെടികളെല്ലാം മറന്നിട്ട് അതിനെ മാത്രമേ കുറച്ച് നേരം നോക്കിയിരിക്കും ഇല്ലേ? ചെടികളോട് അത്ര ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. പപ്പായ തൈയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില ചെടികളൊക്കെ ആണെങ്കിൽ സ്വന്തം ഗ്രോ ബാഗിൽ നിന്ന് അടുത്ത ഗ്രോ ബാഗിൽ ചാടിപ്പോയി ആ സ്റ്റിക്കിൽ അള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം സ്ഥലവും കളഞ്ഞ് അടുത്ത സ്ഥലം അപഹരിക്കാൻ പോയിരിക്കുവാണ്. ഇത് ബ്രോക്കൺ ഹാർട്ട് അപ്പുറത്തെ സിങ്കോണിയത്തിൽ പിടിച്ച് നിൽക്കുവാണ്. പിന്നെ ഈ ഒരു സൈപ്രസ്, എന്താണ് ഇതിൻ്റെ പേര്, ആകാശമൂല്യം എന്നൊക്കെ പറയത്തില്ലേ, ഇത് പിന്നെ കണ്ടെടുത്തെല്ലാം വലിഞ്ഞ് ചുറ്റി പിടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും പോയിട്ടുണ്ട് ഇത്. ഇപ്പോൾ നമുക്ക് മഴയൊക്കെ തുടങ്ങി, ഇനി നമ്മൾ ഡയലോഗൊക്കെ മാറ്റി പിടിക്കാൻ സമയമായി. ഇത്ര നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ എന്തൊരു ചൂട്, എന്തൊരു വെയിൽ, ഇത് കാരണം നമുക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നശിച്ച മഴ കാരണം ഒന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇത് കേൾക്കുന്നില്ലേ സണ്ണേട്ടൻ? ഡേ നിനക്കൊക്കെ എന്തറേ? ഞങ്ങൾ അങ്ങനെയാണ് സണ്ണേട്ടാ, ഞങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളെ മനുഷ്യരെന്ന് വിളിക്കുന്നത്. പക്ഷേ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മഴയെ പേടിക്കേണ്ടിയിരിക്കുന്നു. കാര്യം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അതിൻ്റെ മുമ്പേ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമായി. പിന്നെ നമുക്ക് വേനൽക്കാലം ആയിരുന്നപ്പോൾ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്നു. നമ്മളതൊന്ന് അഭിമുഖീകരിക്കണമായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ. പിന്നെ നമ്മൾ ഇവിടെ കൊല്ലത്തുമൊക്കെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. അപ്പം നമ്മുടെ വിമലരത്ന സ്കൂളിലോട്ടൊക്കെ ആൾക്കാരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പണ്ട് പിള്ളേർ റീൽസ് ഇടുന്നത് കണ്ടിട്ടുണ്ട്, താമസിക്കണമെങ്കിൽ കൊല്ലത്ത് താമസിക്കണമെന്ന് പറഞ്ഞ്. ചുമ്മാതെയാണ്. പിന്നെ കമൻറ്റ് കണ്ടായിരുന്നു, എന്തിൻ്റെ സർജറി ആയിരുന്നെന്ന് ചോദിച്ചിട്ട്. അത്
ഒറ്റവാക്യത്തിൽ പറയുകയാണെങ്കിൽ, ദൃശ്യത്തിലെ ഡയലോഗ് കടമെടുത്ത് പറയുകയാണെങ്കിൽ, ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി എൻ്റെ ശരീരത്തിനുള്ളിൽ കയറി നമ്മളത് ഡോക്ടറിൻ്റെ സഹായത്തോടെ കട്ട് ചെയ്ത് കളഞ്ഞു. യൂട്രസിൽ ഫൈബ്രോയിഡ്. അത് ഒന്നുമല്ല, 2 ഉണ്ടായിരുന്നു. ഒന്ന് നല്ല വലുതായിരുന്നു. ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞെന്ന് ചോദിച്ചാൽ, എനിക്കിതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. അതായത് ഇങ്ങനെ ഒന്നെങ്കിൽ അത് നടുവേദന, അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ്, അല്ലെങ്കിൽ പീരീഡ്സ് ആവാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അത് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ എപ്പോഴോ എൻ്റെ വയറ്റിൽ ഇടത് സൈഡിൽ എപ്പോഴോ ഒരു എന്തോ ഒന്ന് തടഞ്ഞു. അപ്പോഴും ഒരിക്കലും ഇല്ലാത്തൊരു സംഭവം എനിക്ക് തന്നെ തോന്നിയത്, എന്തോ ഒരു സംഭവം പുതിയൊരു ഇതാണല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നി. അന്ന് പിന്നെ നമ്മളത് കാര്യമാക്കിയില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് നമ്മൾ മാർച്ച് 18-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇത് നന്നായിട്ട് വലുതാവുന്ന കണക്ക് ഫീൽ ചെയ്തായിരുന്നു. നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ നിവർന്ന് കിടക്കുമ്പോഴൊക്കെ. അങ്ങനെ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു PHCയിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഹെരണ്യാണെന്ന് തോന്നുന്നു, അത് സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ NSൽ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം ഒരു മാഗി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വയറ്റിൽ തപ്പിയിട്ട് പറഞ്ഞ് മുഴയുണ്ടല്ലോ എന്ന് പറഞ്ഞു, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ട് വന്ന് യൂട്രസിൽ ഫൈബ്രോയിഡ്. അങ്ങനെ ഈ മാഗി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ്, അവിടുത്തെ തന്നെ അന്നാമ്മ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. നമ്മൾ സ്കാനിങ് റിപ്പോർട്ടായിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ ഒറ്റയടിക്ക് പറയുന്നു യൂട്രസ് ഫുൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. നല്ല രീതിയിൽ വിഷമമായി. കാര്യമെന്ന് വെച്ചാൽ കാര്യം അതങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാകുമല്ലോ. അതും ഡോക്ടർ ചിലപ്പോൾ ഒരുപാട് പേരെ ചികിത്സിച്ച് ഈ പറഞ്ഞ കണക്ക് ഒരുപാട് പേഷ്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടറിന് അത് പ്രശ്നമില്ല. പക്ഷേ നമ്മളോടൊക്കെ പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറയാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്ന നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ ഒരു ഡോക്ടറെ കൂടി കാണിക്കാമെന്നുള്ളൊരു തീരുമാനമായി. അങ്ങനെ നമ്മൾ ഗൈനക്കോളജിസ്റ്റ് ദീപ ഡോക്ടർ, കൊല്ലം ഡോക്ടർ, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. ഡോക്ടറെ കാണിക്കുന്നത്. അപ്പം നമ്മൾ NSൽ പോയ കാര്യമൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളല്ലാതെ ഡോക്ടറെ ആദ്യമായിട്ട് കാണാൻ പോവുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നില്ല. വയറ്റിൽ എന്തോ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് സ്കാൻ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അവിടെയും സ്കാൻ ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി, നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഇത് യൂട്രസിൽ ഫൈബ്രോയിഡ് തന്നെയാണെന്ന്. അപ്പോൾ ഇത് എന്തുവാണ്, അത് ഫുൾ റിമൂവ് ചെയ്യണോ അതോ അത് മാത്രം അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മളത് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് ഫൈബ്രോയിഡ് ഉണ്ട്, കുഴപ്പമില്ല, അത് മാത്രം വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, പ്രശ്നമില്ല എന്നുള്ളതായി തീരുമാനം. അപ്പോൾ ഡോക്ടർ തന്നെ ഹരികുമാർ ഡോക്ടറിന് ലെറ്റർ എഴുതി തരുന്ന, അവിടെ കൊണ്ട് കാണിക്ക്, പിന്നെ ഇത് മാത്രം എടുത്താൽ മതി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് ഡോക്ടർ എഴുതി തന്നു വിടുന്നത് ഞങ്ങൾക്ക്. അപ്പം ഡോക്ടർ NSൽ തന്നെയാണ് ഹരികുമാർ ഡോക്ടർ. അപ്പം ഡോക്ടറിൻ്റെ അവിടെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകണ്ട, ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഡോക്ടർ ഇരിപ്പുണ്ട്, അവിടെ ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്, അവിടെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹരികുമാർ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പം ഡോക്ടറെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഡോക്ടറിനൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവരുടെ സ്റ്റാഫ് അപ്പം നാളെ വന്നോളെന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചു വിടുന്നു. അങ്ങനെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോകുന്നു. നമ്മളതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ വരുന്നു. എന്താണെന്നറിയാമോ, വകതിരിവില്ലാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അന്ന് കൊല്ലം പൂരമായിരുന്നു. അന്ന് ഡോക്ടർ ലീവ്. കാര്യം അവിടെയൊക്കെ വണ്ടി ബ്ലോക്ക് ആകുമെന്നുള്ള കാരണത്താൽ ഡോക്ടർ അന്ന് ലീവ്. അങ്ങനെ നമ്മൾ പിന്നെയും പോയി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ അപ്പോഴൊന്ന് സ്കാൻ ചെയ്ത്, സ്കാനിങ് റിപ്പോർട്ടൊന്നും ഡോക്ടർ തന്നില്ല, ഡോക്ടറിനെ സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണണമായിരുന്നു. അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്ത് അവിടെ വെച്ച് നമ്മൾ തീരുമാനം എടുക്കുന്ന 24-ാം തീയതി സർജറി. ഡോക്ടർ ബുധനാഴ്ച സർജറി ചെയ്യത്തുള്ളൂ. അപ്പോൾ 24-ാം തീയതി സർജറി ആണെന്ന് തീരുമാനം എടുക്കുന്നു. പിന്നീട് കുറേ ടെസ്റ്റിന് തന്നായിരുന്നു, അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ടുമായിട്ടെല്ലാം ചെല്ലണം, ഹോസ്പിറ്റലിൽ ഡോക്ടറെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളതെല്ലാമായിട്ട് ഡോക്ടർ എഴുതിയൊക്കെ തന്നു വിട്ടു. അങ്ങനെ നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടുമായിട്ടെല്ലാം നമ്മൾ NS ഹോസ്പിറ്റലിൽ ഹരികുമാർ ഡോക്ടറെ അവിടെ ചെന്ന് കാണാൻ പോയി. കണ്ടിട്ട് അവിടെ വെച്ച് നമ്മൾ പിന്നെ ഡേറ്റ് മാറ്റി, 24 എന്നുള്ളത് വീണ്ടും ഡേറ്റ് മാറ്റി നമ്മൾ മെയ് 1 ആക്കി. പിന്നെ 27, 28 അങ്ങനെ ഓരോ ദിവസം ആകുമ്പോഴും രാവിലെ ഉറക്കം എണീക്കുമ്പോഴേ ആ ഒരു ഓർമ്മയോടുകൂടിയാണ്, ടെൻഷനോടുകൂടിയാണ് എണീക്കുന്നത്. അയ്യോ ഇന്ന് 28ആയി, നാളെ 29, 30, അയ്യോ ഒന്ന് അങ്ങനെ ടെൻഷനായിരുന്നു. ഭയങ്കര ടെൻഷൻ വെച്ചാൽ താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ടെൻഷൻ. അങ്ങനെ 1-ാം തീയതി രാവിലെ നമ്മളവിടെ ഹോസ്പിറ്റലിൽ 6 മണിക്ക് എത്തണം. അങ്ങനെ ഇവിടുന്ന് റെഡിയായി പോകുന്നു. അവിടെ ചെന്ന് കുറച്ച് താമസമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ റൂം കിട്ടി, റൂമിലായി.
അപ്പം നമ്മുടെ അടുത്ത് ഈ സർജറിയുടെ ടൈമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഒരു 1:30 മണിയായപ്പോഴത്തേക്ക് ഒരു ചേച്ചി ഓടി വന്നിട്ട് പെട്ടെന്ന് റെഡിയാവും എന്ന് പറഞ്ഞ് നമ്മൾ ആ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന ആ ബ്ലൂ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് പെട്ടെന്ന് തന്നെ മുടിയൊക്കെ രണ്ടായിട്ട് കെട്ടി, ഒത്തിരി വർഷത്തിന് ശേഷമാണ് മുടിയൊക്കെ രണ്ടായിട്ട് പിന്നി കെട്ടി പിന്നെ വീൽ ചെയറിലിരുത്തി കൊണ്ടുപോകുവാണ്. അപ്പോൾ ചേച്ചിയുടെ ധൃതി കണ്ടാൽ വിചാരിക്കും ഞാനിപ്പം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് ലേറ്റായിട്ട് വന്നതേ ഉള്ളെന്ന്. പക്ഷേ അല്ല, അവർക്ക് അവരുടെ ജോലി ചെയ്യണമല്ലോ. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് പേഷ്യൻ്റ് അവിടെ റെഡി ആയിരിക്കണം. അങ്ങനെ വീൽ ചെയറിലിരുത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്കങ്ങ് ആ ചേച്ചിയുടെ ധൃതിയും കൂടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷേ എന്നെ ലിഫ്റ്റിൽ കയറ്റി പിന്നെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നതിൻ്റെ മുൻപേ എനിക്ക് എൻ്റെ ടെൻഷൻ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ടെൻഷനേ ഇല്ല. ഒരു പക്ഷേ ഇനി ഓപ്പറേഷൻ ചെയ്തല്ലേ പറ്റൂ, അതിന് നിന്ന് കൊടുത്തല്ലേ പറ്റൂ, അല്ലാതെ ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. ആ ഒരു ചിന്തയാണോ എന്തോ എനിക്കറിയത്തില്ല. എങ്ങനെയാണ് ഈ ടെൻഷൻ പോയതെന്ന് എനിക്കറിയത്തില്ല. അതോ ഇനി എല്ലാ പേഷ്യൻസിനും അങ്ങനെ തന്നെയാണോ എന്നും അറിയത്തില്ല. അതെന്ത് മാജിക്കാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ടെൻഷനില്ലായിരുന്നു, ടെൻഷൻ ഫ്രീ ആയിരുന്നു. അതിൻ്റെ അകത്ത് കയറ്റി അവർ ഓക്സിജൻ വെച്ച് ഒരു ഇഞ്ചക്ഷൻ കയ്യിലെടുത്ത് അപ്പോഴേ അല്ല, ഒരിത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ബോധം പോയി. പിന്നെ എന്നെ എപ്പോഴോ തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഡൈന എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. കാര്യം എന്നറിയാമോ, ഫുള്ള് ബോധം പോയായിരുന്നു. എനിക്ക് ആഗ്രഹമായിരുന്നു അങ്ങനെ ഫുള്ള് പോകണം ബോധം, ഞാനൊന്നും അറിയാൻ പാടില്ല. അതായത് നമുക്ക് സാധാരണ ഇപ്പം ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ ഏരിയ മാത്രം നമ്മളെ മരവിപ്പിച്ചിട്ട് ചെയ്യുമല്ലോ. പക്ഷെ നമുക്ക് ഉള്ളിൽ ഓർമ്മ കാണും. എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ഫുൾ അങ്ങ് ബോധം പോകണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെ നടന്നു, നന്നായി. പിന്നെ എന്നെ ICUലോട്ട് മാറ്റി. ICU വന്നതിന് ശേഷം പിന്നെ ഞാൻ അവിടെ നിൽക്കുന്ന സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ സമയം എത്ര, ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു 9:30. രാത്രി 9:30യോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു രാത്രി 9:30. പിന്നെ പിറ്റേന്ന് ഒരു 9:30 ആയപ്പോഴത്തേക്ക് എന്നെ റൂമിലോട്ട് കൊണ്ടുവന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസ്ചാർജായി. കാര്യം ഒറ്റ ദിവസത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളല്ലോ, ഈ കീ ഹോൾ സർജറി ഇല്ലായിരുന്നോ, അതുകൊണ്ട്. ഇതാണ് എൻ്റെ സർജറി സ്റ്റോറി. കൊള്ളാവോ? കുറച്ചുകൂടിയൊക്കെ ഉണ്ടായിരുന്നു പറയാനായിട്ട്, പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് പറഞ്ഞതാണ്. കാര്യം വീഡിയോക്ക് ലെങ്ത് കൂടും, പിന്നെ ചിലപ്പം ബോറടിക്കും. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് എഡിറ്റ് ചെയ്ത് സംസാരിച്ചതാണ്. പിന്നെ സെയിൽ വീഡിയോ ആണെന്നും പറഞ്ഞ് ഓടി വന്നവരൊന്നും വിഷമിക്കേണ്ട, നമ്മൾ ഉടനെ തന്നെ സെയിൽ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ.